നമ്മളെ എല്ലാവരും ഒന്നാണ്, കുല്ലുൻ സവാവുൻ എന്നാണ് പറയുന്നത്. ഫമൻ എൽതമിസു ഫീഹി ഇൽമൻ സഹലല്ലാഹു ലഹു ബിഹി ത്വരീഖുൻ ഇലാ ജന്നതി എന്നാണ്. ആരറിവ് അന്വേഷിക്കുന്നുവോ അവനെ അള്ളാഹു സ്വർഗത്തിൽ എത്തിക്കും എന്നാണ് പറയുന്നത്. അതായത് ഒരിക്കലും ഖുർആന്റെ അകത്ത് ആയുഹൽ മുസ്ലിമൂൻ എന്ന് പറഞ്ഞിട്ടില്ല, ആയുഹൽ നാസ് എന്നാണ്, അല്ലയോ ജനങ്ങളെ എന്നാണ്. ഒരിക്കലും മറ്റുള്ള ഒരു മതത്തെക്കുറിച്ചും അങ്ങനെ പറഞ്ഞിട്ടില്ല. ആർക്കും എപ്പോ വേണേലും പഠിക്കാവുന്ന അത്രയും എളുപ്പമുള്ള ഒരു മനോഹരമായ ഒരു മൊഞ്ചുള്ള ഭാഷയാണ് അറബി. ഒരു ഹൈന്ദവ മതവിശ്വാസിയായ ദിവ്യ ടീച്ചർ പറയുന്ന ഒരു കാര്യമാണിത്. ഇസ്ലാമിന്റെ ഖുർആനിലെ കാര്യങ്ങളെ കുറിച്ചിട്ട് അദ്ദേഹം ഒരു അറബിക് ടീച്ചറാണ്. കല്ലരിക്കോട് ഒരു സ്കൂളിൽ ഒരു അറബിക് ടീച്ചറാണ്. കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെയുള്ള ഒരു വീഡിയോ കണ്ടപ്പോഴാണ് ഇവരെ കുറിച്ചിട്ട് ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചത്. ഇവിടെ എല്ലാ മതങ്ങളെ കുറിച്ചിട്ടും എല്ലാ മതഗ്രന്ഥങ്ങളെ കുറിച്ചിട്ടും പരസ്പരം മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. ഒരു ഹൈന്ദവ വിശ്വാസിയായ ഒരു ടീച്ചർ ഖുർആനിന്റെ ആയത്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അതായത് യാ അയ്യുന്നാസ്ന, മനുഷ്യ സമൂഹമേ എന്നാണ് ഖുർആൻ വിളംബരം ചെയ്യുന്നത് എന്നാണ് ടീച്ചർ പഠിച്ച പാഠം. ഇതുപോലെ തന്നെ മറ്റുള്ള മതഗ്രന്ഥങ്ങളെ കുറിച്ചിട്ടും ഇസ്ലാം മതവിശ്വാസങ്ങളിൽ പെടുന്നവരൊക്കെ പഠിക്കുന്നതും നന്നാണ്. ഇങ്ങനെ പരസ്പരം മതങ്ങളെ കുറിച്ചിട്ട് പഠിക്കുമ്പോഴായിരിക്കും മതങ്ങളിൽ എന്താണ് പരസ്പരം മനുഷ്യർക്ക് നന്മയാകുന്ന തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞു എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. എല്ലാ മതങ്ങളെ കുറിച്ചിട്ടും പഠിച്ചു കഴിഞ്ഞാൽ എല്ലാറ്റിലും സ്നേഹവും സഹോദര്യവും സമാധാനവുമാണ് വിളംബരം ചെയ്യുന്നത്. പിന്നെ ഇവിടെ മതത്തിന്റെ പേരിൽ തമ്മിലടിക്കുന്നത് ആരാണ്? മതങ്ങളിൽ പേരിൽ വർഗീയത പറഞ്ഞ്, മതത്തിന്റെ പേരിൽ ഐക്യങ്ങൾ പറഞ്ഞ്, മതത്തിന്റെ പേരിൽ ഭിന്നിപ്പ് പറഞ്ഞതൊക്കെ തമ്മിലടിക്കുന്ന കാഴ്ച നമ്മൾ പലപ്പോഴും കാണാറുണ്ട്. അപ്പോൾ ഏതൊരു വർഗീയ പ്രശ്നങ്ങൾ നടക്കുമ്പോഴും അതൊക്കെ മതത്തിന്റെ ലേബലാണ് ഉപയോഗിക്കുക. ഇപ്പോ ഹിന്ദു മുസ്ലിം സംഘടനം, അല്ലെങ്കിൽ ഹിന്ദു ക്രിസ്ത്യൻ സംഘടനം, അല്ലെങ്കിൽ മുസ്ലിം ക്രിസ്ത്യൻ സംഘടനം, അങ്ങനെയുള്ള മതത്തിന്റെ പേരിൽ ഉപയോഗപ്പെടുത്തിയിട്ടാണ് ഒരു വർഗീയ കലാപത്തിന് തുടക്കം കുറിക്കുക. യഥാർത്ഥത്തിൽ ഏതെങ്കിലും മതങ്ങളിൽ പറയുന്നുണ്ടോ തമ്മിൽ പോരടിക്കാനും തമ്മിൽ വെട്ടിക്കൊല്ലാനും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും ഏതെങ്കിലും മതങ്ങൾ പറയുന്നുണ്ടോ? ഒരിക്കലും തന്നെ പറയുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ മതങ്ങളിലും പറയുന്നത് സ്നേഹവും സഹോദര്യവും സമാധാനവുമാണ്. പിന്നെ ആരാണ് ഈ മതത്തിന്റെ പേര് ദുരുപയോഗപ്പെടുത്തി ഇതുപോലെയുള്ള വർഗീയ കലാപങ്ങൾക്ക് കോപ്പുകൂട്ടുന്നത് എന്നുള്ളത്? അത് സ്വാർത്ഥ താല്പര്യം, അതായത് രാഷ്ട്രീയപരമായിട്ടുള്ള നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് പാവങ്ങളായ മനുഷ്യന്മാരെ തമ്മിലടിപ്പിക്കുന്ന രീതിയാണ്. ഇസ്ലാം മത വിശ്വാസത്തിനെ കുറിച്ചിട്ട് പഠിച്ചും അതുപോലെ തന്നെ അതൊരു തൊഴിലാക്കി വിദ്യാർത്ഥികൾക്ക് അറിവായി നൽകുന്നതുമായ ദിവ്യ ടീച്ചർക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു.